നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് കേട്ടിട്ടില്ലേ? അതാണ് ചില ഗോദി മീഡിയകൾ ചെയ്യുന്നത്. അതിൽ പ്രധാനിയാണ് അർണബ് ഗോസ്വാമി. കുത്തിത്തിരിപ്പിന്റെ ഏറ്റവും വലിയ ബുദ്ധി കേന്ദ്രമാണ് അർണബ് ഗോസ്വാമി. എങ്ങനെയും ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി വിവാദ പരാമർശങ്ങൾ ഇറക്കി വിടുക, ഇതാണ് പുള്ളിക്കാരൻ്റെ പ്രധാന ഉദ്ദേശം. അതായത് രാജ്യത്ത് വിഘടനമുണ്ടാക്കുക, രാജ്യത്ത് ഡിവൈഡ് ആൻഡ് റൂൾ ഉണ്ടാക്കിയെടുക്കുക. ഇതുതന്നെയാണല്ലോ സംഘപരിവാറിൻ്റെ പ്രധാന അജണ്ടയും. അതിനുവേണ്ടി കുഴലൂതുന്ന ചാനലാണ് റിപ്പബ്ലിക് TV എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അർണബ് ഗോസ്വാമി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ വെല്ലുവിളിക്കുകയാണ്. സുപ്രീം കോടതിയുടെ തെറ്റായ തീരുമാനം കാരണമാണ് കശ്മീരിൽ അങ്ങനെ ഉണ്ടായത്, അല്ലെങ്കിൽ പഹൽഗാമിൽ അത്തരത്തിലൊരു ഭീകരാക്രമണം ഉണ്ടാകില്ല അത്രേ. അതായത് എല്ലാം സുപ്രീം കോടതിയുടെ അനാസ്ഥ കാരണമാണെന്ന് വരുത്തി തീർക്കാനുള്ള അർണബ് ഗോസ്വാമിയുടെയും മറ്റ് ഗോദി മീഡിയകളുടെയും നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ പ്രതിപക്ഷം നീങ്ങുന്നത്. ഈ രാജ്യത്ത് സുരക്ഷാ സംവിധാനം ഒരുക്കുന്നതിൻ്റെ കാര്യത്തിൽ പരിപൂർണ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനാണ്. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി അന്ന് ഉണ്ടായ ഭീകരാക്രമണ സംഭവങ്ങളെ അപലപിച്ചുകൊണ്ട് പറഞ്ഞത്, എന്തുകൊണ്ട് മൻമോഹൻ സിംഗ് അതിർത്തിയിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായി സുരക്ഷാ വീഴ്ചയുണ്ടെന്ന് തുറന്ന് സമ്മതിക്കുന്നില്ല? നിങ്ങളുടെ ഒന്നും കണ്ണിൽ പെട്ടില്ലേ ഇത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ? ആരുടെ അറിവോടെയാണ് ഭീകരവാദികൾ ആയുധവുമായി അതിർത്തി കടന്നെത്തുന്നത്? അത്തരത്തിൽ ഒരു സംവിധാനം എങ്ങനെ പറ്റുന്നു? എങ്ങനെയാണ് വീഴ്ചയുണ്ടായത്? ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ അന്ന് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിനോട് ചോദിച്ചിരുന്നു. അതേ ചോദ്യം തന്നെയാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയോട് ചോദിക്കാനുള്ളത്. ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. പാകിസ്ഥാനെതിരെ നയതന്ത്രപരമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളും വെട്ടി അത് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. സർജിക്കൽ സ്ട്രൈക്ക് എന്ന രീതിയിൽ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട എല്ലാ കരാറുകളും ഏകപക്ഷീയമായി റദ്ദാക്കിയിരിക്കുന്നു. മാത്രമല്ല, പാക് എംബസിയിൽ നിന്നും ഉദ്യോഗസ്ഥരെ തിരിച്ചയക്കാൻ ഇന്ത്യ തയ്യാറായി. ഇത്തരത്തിൽ പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ അവിടെയൊന്നും പ്രതിപക്ഷത്തിൻ്റെ ബേസിക്കായ ക്വസ്റ്റ്യന് ഒരു വ്യക്തമായ ഉത്തരം കൊടുക്കുന്നില്ല. അതായത് രാഹുൽ ഗാന്ധി പറഞ്ഞ ചോദ്യം ഇത്രയേ ഉള്ളൂ: എങ്ങനെയാണ് സുരക്ഷാ വീഴ്ച സംഭവിച്ചത്? കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്തിയത് കൊണ്ടാണ് അത്രേ അവിടെ പ്രശ്നങ്ങൾ സങ്കീർണമായതെന്നാണ് അർണബ് ഗോസ്വാമി തട്ടിവിടുന്നത്. കശ്മീർ ജനതയുടെ സംരക്ഷണത്തിനും ക്ഷേമത്തിനും അവിടുത്തെ സുരക്ഷാ സംവിധാനത്തിനും ഒക്കെ നേതൃത്വം കൊടുക്കുന്നത് രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രാലയവും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ആഭ്യന്തര മന്ത്രാലയവുമാണ്. ഇത് രണ്ടും കൃത്യമായി കൈകോർത്ത് ക്രോഡീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചില്ല എന്നുള്ളതിൻ്റെ എല്ലാ തെറ്റും അതിൻ്റെ പേരിൽ ഒമർ അബ്ദുള്ളയെ പഴിചാരാൻ വേണ്ടിയുള്ള നീക്കമാണ് അർണബ് ഗോസ്വാമി നടത്തുന്നത്. എന്തേ ജമ്മു കാശ്മീരിൽ ജമ്മു മേഖലയിൽ നിന്ന് 29 BJP എംപിമാരില്ലേ? കേവല ഭൂരിപക്ഷം BJPക്കായിരുന്നു നേടിയിരുന്നെങ്കിൽ അർണബ് ഇങ്ങനെ പറയുമായിരുന്നോ? ഒരിക്കലുമില്ല. അപ്പോൾ ഈ രാജ്യത്തെ ഹിന്ദു മുസ്ലിം വിഘടനമുണ്ടാക്കി ഈ രാജ്യത്തെ ജനങ്ങൾ മതേതരത്വ സ്വഭാവത്തിൽ സെക്കുലർ നേഷനാണ് രാജ്യം, അതാണ് ഭരണഘടനയിൽ പറയുന്നത്. അതിനെ തകർക്കാനുള്ള ഗൂഢമായ ശ്രമം അത് അർണബ് ഗോസ്വാമി തൻ്റെ വായിലൂടെ പറയുമ്പോൾ വെറുതെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ സുപ്രീം കോടതിക്ക് കഴിയില്ല. സുപ്രീം കോടതിക്ക് എതിരെ പറയുക എന്നത് രാജ്യവിരുദ്ധമാണ്.